കൃപയുടെ വാസസ്ഥലം കൃപാസനം, കൃപയുടെ വാസസ്ഥലം കൃപാസനം. വേദനിക്കുന്നവർക്കെന്നും ആത്മധൈര്യത്തിനഭിഷേകം, വചനത്തിനഭിഷേകം, ആത്മസൗഖ്യത്തിനഭിഷേകം. വരുവിൻ നിങ്ങൾ യേശുവിൻ സന്നിധേ, അവനേകം സാന്ത്വനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം, കൃപയുടെ വാസസ്ഥലം കൃപാസനം. ഭാരത്താലേ തളരുന്ന സോദരേ, സഹനത്തിരമാലയിൽ പതറാതെ മുന്നേറിടാം. അഭിഷേകം സാന്ത്വനാഭിഷേകം, യേശുവേകിടും അഭിഷേകം സാന്ത്വനാഭിഷേകം. കരങ്ങളുയർത്തി ശക്തമായി സ്തുതിക്കട്ടെ. കർത്താവായ ദൈവമേ, ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നവനെ, കടലിന് മീതെ നടന്നു നിന്ന ദൈവമേ, ഞങ്ങളങ്ങേ ആരാധിക്കുകയാണ്, ഞങ്ങളങ്ങേ സ്തുതിക്കുകയാണ്. ബഹുരോഗിയെ സുഖപ്പെടുത്തിയവനെ ഞങ്ങളങ്ങേ സ്തുതിക്കുകയാണ്. കരങ്ങളുയർത്തി ശക്തമായി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങളുയർത്തി സ്തുതിക്കട്ടെ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങളുയർത്തിക്കൊണ്ട് ശക്തമായി സ്തുതിക്കട്ടെ. ഇരു കരങ്ങളുയർത്തി സ്തുതിക്കട്ടെ, അതിശക്തമായി സ്തുതിക്കട്ടെ. സകല വിശുദ്ധരെ, മാലാഖമാരെ, പരിശുദ്ധ ദൈവമാതാവേ, കൃപാസന അൾത്താരയില് ജീവനോടുകൂടി പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ ദൈവമാതാവേ, അമ്മയുടെ മാധ്യശക്തി ഞങ്ങൾ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്ന, അമ്മയുടെ മാധ്യസ്ഥകൾ ഉടമ്പടി ചെയ്തിട്ടുള്ള മക്കള് എല്ലാ നിയോഗങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങളടിച്ചുകൊണ്ട്, കരങ്ങളടിച്ചുകൊണ്ട്, കൈകളടിച്ചുകൊണ്ട് ഇതാ ഈശോയെ നമ്മൾ വാഴ്ത്തിപ്പാടുകയാണ്. ഇത് ജീവിക്കുന്ന ദൈവമാണ്. നിനക്ക് വേണ്ടി, നിന്റെ കുടുംബത്തിന് വേണ്ടി, നിന്റെ വീണ്ടെടുക്കലിന് വേണ്ടി ഉടമ്പടിയായ ദൈവം. ആ അമ്മയുടെ ദൈവത്തിന്റെ സന്നിധിയില് നീ സമർപ്പിച്ച നിയോഗങ്ങള് എല്ലാം സമർപ്പിക്കുക. ചേർന്ന് പാടാം. കൊല്ലപ്പെട്ടവനെ, ജീവനാഥനെ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. എല്ലാവരും കരങ്ങൾ വീശി ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ദൈവസ്നേഹത്തോടെ പാടട്ടെ. ആരാധിക്കുന്നു, ഞങ്ങൾ
Praise the Lord. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. നെഞ്ചത്ത് തൊട്ട് ശംഖ് കൊണ്ട് പറയുക, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തുതിക്കട്ടെ, ഹല്ലേലൂയ, 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 സ്തുതിക്കട്ടെ. ഉദ്ധാരം ചെയ്തവനേ ഞങ്ങൾ ആരാധിക്കുന്നു. മരണത്തെ ജയിച്ചവനേ ഞങ്ങൾ ആരാധിക്കുന്നു. ഉദ്ധാരം ചെയ്തവനേ ഞങ്ങൾ ആരാധിക്കുന്നു. മരണത്തെ ജയിച്ചവനേ ഞങ്ങൾ ആരാധിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കട്ടെ. യേശുവേ നന്ദി പറയുന്നു കർത്താവേ. കൃപാസന ഉടമ്പടിയിലൂടെ ചൊരിഞ്ഞ എല്ലാ കൃപകൾക്കും നന്ദി പറയുന്ന കർത്താവേ. ഹല്ലേലൂയ, മരണത്തെ ജയിച്ചവനേ ആരാധന. ഞങ്ങൾ ആരാധിക്കുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസം പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ടു കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധി കൈവരിക്കുവാൻ നമ്മുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ. ഞങ്ങൾ ആരാധിക്കുന്നു. മരണത്തെ ജയിച്ചവനേ ഞങ്ങൾ ആരാധിക്കുന്നു. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴിയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസന പ്രാർത്ഥനയോട് ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറയണേ. നമ്മുടെ
ഉടമ്പടിയിൽ നമ്മൾ വെച്ചിരിക്കുന്ന നിയോഗങ്ങൾ ഉടമ്പടി ചെയ്തിട്ടില്ലാത്തവരെ ചെയ്യുമ്പോൾ ദൈവ തിരുസന്നിധി സമർപ്പിക്കാൻ പോകുന്ന പ്രാർത്ഥന ആവശ്യങ്ങൾ അതാണ് ഇപ്പോഴും അവനുമായി പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിക്കേണ്ടതാണ്. ഇത് പ്രാർത്ഥിക്കുക. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് ഇടയാക്കണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. സമർപ്പിച്ചിട്ടുള്ളവരെ, ഉടമ്പടി എടുത്ത് നിയോഗങ്ങൾ സമർപ്പിച്ചിട്ടുള്ളവരെ, ഇപ്പോൾ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് കർത്താവിന്റെ നിയോഗം ടൈപ്പ് ചെയ്യുന്നവരെ, ഇന്നേ ദിവസം ഉടമ്പടി ചെയ്യുന്നവരെ എല്ലാവരെയും സമർപ്പിക്കുന്നു. ഹല്ലേലൂയ. കൃപാസനത്തിലായിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യൂട്യൂബില് സഖീന ടിവിയില് നിയോഗം കണ്ട് പ്രാർത്ഥിക്കുന്നവരെ കർത്താവേ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇരിക്കുക, എല്ലാവരും ഇരിക്കുക. ഈ ദിവസങ്ങളിൽ ഞാൻ എൻ്റെ ഇടവകയിൽ നമ്മുടെ 7:30 കുർബാനയില്ലയോ, അപ്പോൾ 7:30 കുർബാന ചെല്ലുമ്പോൾ കർത്താവിൻ്റെ മനസ്സിൽ തോന്നിച്ച കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് അത് നമ്മൾക്കെല്ലാം ശരിക്കും ഗുണം ചെയ്യുന്നൊരു കാര്യമാണ്. അതായത് ആരാണ് പീഡാനുഭവത്തിൽ പങ്കുചേരുന്നത് അവർ തന്നെയാണ് ഉത്ഥാനത്തിൻ്റെ പ്രഥമ സാക്ഷികൾ. ആരാണ് യേശുക്രിസ്തുവിൻ്റെ പീഡാനുഭവത്തിൽ ആരാകുന്നത് അവർ തന്നെ ആയിരിക്കും കർത്താവിൻ്റെ ഉത്ഥാനത്തിൻ്റെ പ്രഥമ സാക്ഷികൾ. ഇത് മർക്കോസ് വായിക്കുമ്പോൾ കുറച്ചുകൂടി അത് വ്യക്തമാകും. അതായത് മർക്കോസിലെ വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 15:40 അല്ലെങ്കിൽ 16:1, മർക്കോസ് 16:1, സാബത്ത് കഴിഞ്ഞപ്പോൾ മഗ്ദലാ മറിയവും യാക്കോബിൻ്റെ അമ്മയായ മറിയവും സലോമിയും അവനെ അഭിഷേകം ചെയ്യുന്നതിന് വേണ്ടി സുഗന്ധദ്രവ്യങ്ങൾ വാങ്ങി. ആഴ്ചയുടെ ആദ്യ ദിവസം അതിരാവിലെ സൂര്യൻ ഉദിച്ചപ്പോൾ തന്നെ അവർ ശവകുടീരത്തിലേക്ക് പോയി. അപ്പം ഇതിൻ്റെ താരക്കുണ്ട് കർത്താവിൻ്റെ ഉത്ഥാനത്തിൻ്റെ പ്രഥമ സാക്ഷികളെ, അല്ലെങ്കിൽ തിരുവുത്ഥാനത്തിൻ്റെ കല്ലറയ വാതിക്കൽ ആദ്യം എത്തിയിരിക്കുന്നത് ആരൊക്കെയാണ്? കുറച്ച് ശശിമാരാ. ആരൊക്കെയാണ്? മേരി മഗ്ദലിൻ, അതുപോലെ തന്നെ സലോമി, പിന്നെ അതുപോലെ തന്നെ യാക്കോബിൻ്റെ അമ്മയായ മറിയവും. ഇത്രയും ആൾക്കാരാണ് ഫസ്റ്റായിട്ട് കർത്താവിൻ്റെ തിരുവുത്ഥാനത്തിൻ്റെ നിമിഷങ്ങളിലെ അല്ലെങ്കിൽ ആ മുഹൂർത്തങ്ങളെ ചുറ്റിപ്പറ്റി ആദ്യം അവിടെ എത്തുന്ന മനുഷ്യൻ്റെ പാതകങ്ങൾ. അതായത് മനുഷ്യൻ്റെ പുനരുത്ഥാനത്തിൻ്റെ നിമിഷങ്ങളിൽ കല്ലറവാതിക്കൽ പതിയുന്ന കുറേ കാൽച്ചുവടുകളുണ്ട്. അതിലൊന്ന് മേരി മഗ്ദലിൻ്റെതാണ്. ഇനി യോഹന്നാൻ്റെ സുവിശേഷം വരുമ്പോൾ യേശുവിനെ കണ്ട പ്രഥമ സാക്ഷി ആരാണ്? പുനരുത്ഥാനം ചെയ്ത യേശുവിനെ കണ്ട പ്രഥമ സാക്ഷി ആരാണ്? മേരി മഗ്ദലിനാണ് പ്രഥമ സാക്ഷി.
അപ്പോൾ ഈ പുനരുത്ഥാനത്തിൻ്റെ സാക്ഷികൾ തന്നെയാണ് യേശുവിൻ്റെ കുരിശിൻ്റെ ചുവട്ടിൽ നിന്നിരുന്ന മരണസമയത്ത് കർത്താവിൻ്റെ കുരിശിൻ്റെ ചുവട്ടിൽ നിന്നിരുന്ന ആൾക്കാർ. കുരിശിൻ്റെ വഴി കഴിഞ്ഞ് വീട്ടിൽ പോകാതെ കർത്താവിൻ്റെ പീഡാനുഭവത്തിൻ്റെ രക്തത്തിൽ ചവിട്ടി നിന്നിരുന്ന ആൾക്കാരെ അത് രേഖപ്പെടുത്തുന്ന മർക്കോസ് തന്നെയാണ്. മർക്കോസ് 15:40 മർക്കോസ് 15:40 ഇതെല്ലാം കണ്ടുകൊണ്ട് ദൂരെ കുറേ സ്ത്രീകൾ നിന്നിരുന്നു. മഗ്ദലന മറിയവും യോസയുടെയും ചെറിയ യാക്കോബിൻ്റെയും അമ്മയായ മറിയമും സലോമിയും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. സെയിമാണിതെല്ലാം. അതായത് കർത്താവിൻ്റെ പീഡാസഹനത്തിൽ പങ്കെടുക്കുന്നവർക്കാണ് കർത്താവിൻ്റെ തിരുവുദ്ധാനത്തിൽ പങ്കാളിത്തം, പ്രഥമ പങ്കാളിത്തം. അതാണ് വ്യത്യാസം. അതായത് അത് ക്ലിയർ ചെയ്തുകൊണ്ടാണ് ഇവിടെയൊക്കെ വരണത്. പത്രോസിൻ്റെ പീഡാനുഭവത്തിലുള്ള പങ്കുചേരലും പുനരുത്ഥാനത്തിലുള്ള പങ്കുചേരലും വളരെ മാത്തമാറ്റിക്കലായിട്ടാണ് രേഖപ്പെടുത്തുന്നത്. പത്രോസ് ഇടയ്ക്ക് വെച്ച് പോയ ആളാണ്. വിശുദ്ധ ലൂക്കാസ് സുവിശേഷം 22:54 പറയണത് പത്രോസ് പീഡാനുഭവ സമയത്ത് അകലെ കൂടി കർത്താവിനെ അനുഗമിച്ചു. കർത്താവിൻ്റെ കഷ്ടപ്പാടിന് അകലെ നിന്ന് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? കർത്താവിൻ്റെ പീഡാനുഭവത്തിന് അകലെ നിന്ന് കഴിഞ്ഞാൽ, അഥവാ നമ്മുടെ പീഡാനുഭവങ്ങളുടെ സമയത്ത് കർത്താവിൻ്റെ പീഡാനുഭവത്തോട് ഇത് ചേർത്ത് വെക്കാൻ നമുക്ക് സമയം ആവശ്യമാണെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മൾ അകലെയാണ്. അപ്പോൾ തിരുവുദ്ധാനത്തിലും പത്രോസിനേക്കാളും മുമ്പ് യോഹന്നാൻ ഓടിക്കയറാനുണ്ടായിരുന്ന ഒരു കാരണം അതാണ്. തിരുവുദ്ധാനത്തിൽ പത്രോസ് പുറകിലായിപ്പോയി, യോഹന്നാൻ ഓടിക്കയറിയെന്നാണ് പറയണത്. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങളെ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവായ ദൈവമേ, ഉദ്ധാനത്തെക്കുറിച്ചുള്ള പ്രബോധനങ്ങളാൽ ഞങ്ങളെ ആത്മീയ ശക്തിപ്പെടുത്തി നന്ദി പറയുന്ന കർത്താവേ, കൃപ ചൊരിയുന്നതിനെ ഓർത്ത് നന്ദി പറയുന്ന കർത്താവേ, ഹല്ലേലൂയ. യേശുവേ, ഞങ്ങൾ ആരാധിക്കുന്നു. എല്ലാവരും ചേർന്ന് മരണത്തെ ജയിച്ചവനെ ഞങ്ങൾ ആരാധിക്കുന്നു. ഉദ്ധാനം ചെയ്തവനെ ആരാധിക്കുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. മരണത്തെ ജയിച്ചവനെ ഞങ്ങൾ ആരാധിക്കുന്നു. മറ്റേ ശിഷ്യൻ പത്രോസിനേക്കാൾ വേഗം ഓടി. മറ്റേ ശിഷ്യൻ എന്ന് പറഞ്ഞാൽ ആരാണ്? യോഹന്നാൻ. മറ്റേ ശിഷ്യൻ പത്രോസിനേക്കാൾ വേഗം ഓടി ആദ്യം കല്ലറവാതിക്കലെത്തി. യോഹന്നാൻ 23, യോഹന്നാൻ്റെ സുവിശേഷം 23. അപ്പോൾ എൻ്റെ അർത്ഥം എന്താണ്? അവിടെ പത്രോസ് പിന്നിലായിപ്പോയി, പ്രഥമ സാക്ഷിയല്ല. തിരുവുത്ഥാനത്തിൻ്റെ കല്ലറ എന്ന് പറയുന്ന അതിൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യം യേശുവല്ല, കല്ലറ തന്നെയാണ്. തിരുവുത്ഥാനത്തിൻ്റെ പ്രഥമ സാക്ഷ്യം എന്ന് പറയണ, പ്രഥമ തെളിവെന്ന് പറയണത് യേശു അല്ല, ശൂന്യമായ കല്ലറയാണ്. ശൂന്യമായ കല്ലറയാണ് തിരുവുത്ഥാനത്തിൻ്റെ പ്രഥമ തെളിവെന്ന് പറയണത്. ഈ തെളിവിൻ്റെ അടുത്ത് നിൽക്കുന്നത് ആരാ? യോഹന്നാനാ. പിന്നാലെ വന്ന പത്രോസ് പിന്നീടാണ് അകത്ത് പ്രവേശിക്കുന്നത്. കാര്യം മാലാഖ പറയുന്ന, മേരി മഗ്ദലന പറയുന്ന വാക്ക്, നീ ആരെയാണ് അന്വേഷിക്കണത്? യേശുവിനെ. എങ്കിൽ അവൻ ഇവിടെ ഇല്ല, അവൻ ഉയർത്തെന്നേറ്റു, അവൻ കിടന്നിരുന്ന സ്ഥലം വന്ന് നീ കാണാൻ. നമുക്ക് കാണാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത് യേശുവിനെ അല്ല, കല്ലറയാണ്. നീ ആരെയാണ് അന്വേഷിക്കുന്നത്? അപ്പോൾ പറഞ്ഞു യേശുവിനെ. അവൻ ഇവിടെയില്ല, അരുളി ചെയ്ത പോലെ ഉയർത്തെഴുന്നേറ്റു, അവൻ കിടന്നിരുന്ന സ്ഥലം വന്ന് കാണുക. അപ്പോൾ നമുക്ക് കാണാൻ പറഞ്ഞിരിക്കണത് എന്താ? യേശുവിനെ എടുക്കപ്പെട്ട ശൂന്യമായ കല്ലറയാണ്. അതാണ് തെളിവ്. ആദ്യത്തെ ശൂന്യമായ കല്ലറ.
അവിടെ യോഹന്നാൻ നോക്കുമ്പോൾ കർത്താവിനെ പൊതിഞ്ഞിരുന്ന വക്കുശീല കിടക്കുന്നുണ്ട്. യോഹന്നാന് ഭാഗികമായ തെളിവ് കിട്ടി. പിന്നാലെ വന്ന പത്രോസ് അകത്ത് കയറിയപ്പോൾ അവൻ വേറെ ഒരു തെളിവ് കണ്ട്. എന്താണ്? യേശുവിൻ്റെ ശിരസ് മൂടിയിരുന്ന തൂവാല അത് കക്ഷയോട് കൂടി അല്ലാതെ വേറെ ഒരു മൂലയ്ക്ക് ചുരുട്ടി വെച്ചിരുന്നു. പ്രൈസ് ദി ലോർഡ്. അതാണ് രണ്ടാമത്തെ തെളിവ്. എന്താണ്? തലപ്പാവ്, തലമുടി കെട്ടിയിരിക്കുന്ന അതൊരു കൊക്കൂൺ പോലെയാണ് വർക്കൗട്ട് ചെയ്യണത്. കൊക്കൂണെന്ന് പറഞ്ഞാൽ എന്നാ? നമ്മൾ അരളി ഇലയുടെ ഉള്ളിലൊക്കെ പക്കി മുട്ടയിട്ട് വെച്ചേക്കല്ലേ, വെള്ളി മുട്ട, സ്വർണ്ണ മുട്ട അല്ലേ? നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ അകത്തൊന്നും ഉണ്ടാകത്തില്ല. എന്താ കാര്യം? ചിത്രശലഭം പുഴുവായിരുന്നു. ചിത്രശലഭം ചിത്രശലഭമായിട്ട് അത് പറന്നു പോകും. പക്ഷെ അതിൻ്റെ തൊണ്ട് മാത്രം അവിടെ ഉണ്ടാകും. അപ്പോൾ ആ കർത്താവിൻ്റെ ബോഡി ഇതിൽ നിന്ന് തിരുവുത്ഥാനം ചെയ്ത് പ്രകാശമാനമായി റിലീസ്ഡായിട്ട് പോകും. അപ്പോഴവിടെ അതാണ് ചുരുട്ടി വെച്ചിരിക്കണമെന്ന് പറയുന്നത്. ആ ചുരുൾ അഴിഞ്ഞിട്ടില്ല, ഊർന്നു പോയതാ. ചുരുൾ അഴിയാതെ തന്നെ അതുപോലെ ഇരിക്കുക. അവിടെ നിന്ന് ബോഡി പ്രകാശമായി മാറിയപ്പോൾ അത് ഊർന്നു പോയി. അതാണ് ചുരുട്ടി വെച്ചിരിക്കണമെന്ന് യോഹന്നാൻ വളരെ കൃത്യമായി പറയണത്. അത് യോഹന്നാൻ്റെ സുവിശേഷമാണ് 20:2 ചുരുട്ടി വെച്ചിരിക്കുന്നതെന്ന്. ഇത് യോഹന്നാൻ ഇതിനെക്കുറിച്ച് പിന്നീട് പറയും. ഇത് കണ്ടവനാണ് നിങ്ങളോട് സാക്ഷ്യപ്പെടുത്തുന്നത്, അവൻ്റെ സാക്ഷ്യം സത്യമാണ്. യേശു പറഞ്ഞത് ചെയ്തതും ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ ആണ്. അതെല്ലാം എഴുതി വെച്ചാൽ ലോകത്തിലുള്ള മഷി തികയത്തില്ല, പുസ്തകവും തികയത്തില്ല. അത്രയും വലിയ അവസാന കാലങ്ങളായപ്പോൾ അനുഭവങ്ങളുടെ ഒരു വെള്ളച്ചാട്ടമാണ് ഉണ്ടായത്. യേശു അനുഭവങ്ങളുടെ, യേശുവിൻ്റെ അടുത്ത് വരുമ്പോൾ ഉണ്ടാകുന്ന വിഷയം, നിങ്ങൾക്ക് യേശു കുഞ്ഞുങ്ങളെ തന്നു, അല്ലെങ്കിൽ പെര വെച്ച് തന്നു, അല്ലെങ്കിൽ ജോലി തന്നു, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളെ അറിയാൻ പാടുള്ളൂ. പക്ഷേ ഇതല്ല യേശു. ഇത് സാധാരണമായ ഒരു സന്ധിക്കുന്ന യേശുവാണ്. അത് കഴിയുമ്പോൾ വീണ്ടും നിങ്ങൾ യേശുവിനെ അന്വേഷിക്കണം. അപ്പം തിന്ന് സംതൃപ്തരായ ജനം വീണ്ടും കർത്താവിനെ അന്വേഷിച്ചു. അവരുടെ കൂട്ടത്തിൽ പിന്നെ അപ്പം കിട്ടുക ആലോചന ഉള്ളവരുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ മേലെ എന്താണ് ഈശോ എന്ന് കാണാൻ അന്വേഷിച്ചു. ഒന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, അടിസ്ഥാന ജീവിതം ആവശ്യങ്ങൾക്കപ്പുറത്ത് മനുഷ്യന്റെ മനസ്സ് അന്വേഷിക്കുന്ന ആത്യന്തികമായ അർത്ഥമായി യേശുവിനെ അനുഭവിക്കുവാൻ അഭിഷേകം ചെയ്യണം. ദൈവമേ, അവിടുത്തെ സാന്നിധ്യത്തെ ദൈവം നന്ദി പറയുന്ന കർത്താവേ, അങ്ങേ അന്വേഷിക്കുന്ന ജനതയായി ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. കൈകളടിച്ചുകൊണ്ട് പാടാം. ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. ചേർന്ന് പാടാം. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും, അടയാളങ്ങൾ സംഭവിക്കട്ടെ. കരങ്ങൾ ഉയർത്തി ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. മക്കളെ, ശരീരഭാഗങ്ങളിലെ രോഗമുള്ളിടത്ത്
രോഗികളെ ഇപ്പോൾ കൈവെക്കേണ്ടതാണ്. ഇപ്പോൾ ഈശോ നിങ്ങളെ സൗഖ്യപ്പെടുത്തിക്കൊണ്ട് ഈ അൾത്താരെ കയറി സാക്ഷ്യം പറയാൻ എന്നെ വരുത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്തുതിക്കട്ടെ. രോഗികളെ കർത്താവെ, അനേകം രോഗികൾ കർത്താവെ ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവമേ, രോഗമുള്ളിടത്തെല്ലാം കൈവച്ചുകൊണ്ട് യേശുവേ രക്ഷക എന്നെ സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കട്ടെ. എൻ്റെ കർത്താവെ, നിന്റെ തിരുമുറിവാർന്ന വലതുകര കർത്താവെ, അങ്ങയുടെ തിരുമുറിവാർന്ന വലതുകര രോഗമുള്ള ഇടത്തെല്ലാം വെക്കുന്ന കൈകൾ വെക്കുന്ന മക്കളുടെ അടിപ്പിണർ പോലെ, വൈദ്യുത ആഘാതം പോലെ ദൈവികമായ ശക്തി ആവസിക്കട്ടെ. അന്തർകാലത്ത് നൽകുവനെ, ചെകിടിന് കേട് നൽകുവനെ, ഊമന് സംഭാഷണം നൽകുവനെ, മഹോരോഗ്യപ്പെടുത്തിയവനെ, തലഭാര രോഗ്യപ്പെടുത്തിയവനെ, മരിച്ചവനെ ഉയർപ്പിച്ചവനെ ഈശോ അങ്ങ് സ്പർശിക്കുന്ന കർത്താവേ. ഉടൽ രോഗങ്ങള്, ഉടൽ രോഗങ്ങള്, കുട്ടി രോഗങ്ങള്, ഹൃദയ രോഗങ്ങള്, ക്യാൻസർ രോഗങ്ങള്, മാരക രോഗങ്ങള്, മാരക രോഗങ്ങള് യേശുവിന്റെ നാമത്തില് മാറിപ്പോകട്ടെ. കർത്താവേ, മാരക രോഗങ്ങള് സൗഖ്യപ്പെടുത്തുന്നതിനെ ഓർത്ത് നന്ദി പറയുന്ന കർത്താവേ, തത്സമയം സൗഖ്യങ്ങൾ നൽകുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. സുഖപ്പെടട്ടെ, തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ. മുട്ടനിക്കുക, സമാപനാശീർവാദം. മുട്ടനിക്കുക. ഹൃദയത്തിൽ വരുന്ന വേദനകളും വിങ്ങലുകളും, നിന്റെ ഹൃദയത്തിൻ്റെ വേദന, വിങ്ങല് ഇപ്പോഴും അമ്മ ഏറ്റെടുത്തുകൊണ്ട് നിന്റെ കുടുംബത്തിന് സമാധാനം നൽകാൻ പോകുന്ന സമയമാണ്. നീ കണ്ണീരോടെ പ്രാർത്ഥിക്കുക. അച്ഛൻ്റെ ആശീർവാദത്തിൻ്റെ സമയത്തും എന്തെങ്കിലും കാര്യം ഞാൻ വിട്ടുപോയിട്ടുണ്ട്, നിൻ്റെ ഹൃദയത്തെ വിഷമിപ്പിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോഴും പ്രാർത്ഥിക്കാം. അമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ച് ഈശോയ്ക്ക് കാഴ്ചവെക്കുക. ശ്രുതികയുടെ വിഷയങ്ങൾ ഓർക്കുക. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ, ശക്തമായി സ്തുതിക്കട്ടെ. ഇതാ ദിവ്യകാരുണ്യ ഈശോ നിന്നെ ആശീർവദിക്കുകയാണ്. നിന്റെ എല്ലാ വേദനകളിലും, നിന്റെ എല്ലാ നിയോഗങ്ങളിലും, നിന്റെ ഉടമ്പടി നിയോഗങ്ങൾ കർത്താവ് ആശീർവദിക്കുന്നു. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. യേശുവേ എന്ന് വിളിച്ചപേക്ഷിക്കട്ടെ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. കർത്താവേ, കർത്താവേ, തീരാവ്യാധികളെയും മാരകമായ രോഗങ്ങൾ കഴിയുന്നവരെയും വ്യത്യസ്തമായ ഭൂഖണ്ഡങ്ങളിൽ ഇരുന്നു കൊണ്ട് നിയോഗങ്ങൾ ടൈപ്പ് ചെയ്ത് പ്രാർത്ഥിക്കുന്നവരെ, ഓൺലൈൻ ഉടമ്പടി എടുത്തിട്ടുള്ളവരെ, കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തിട്ടുള്ളവരെ, വെബ്സൈറ്റിൽ തിരിതെളിച്ച് ജീവിത നിയോഗങ്ങൾ സമർപ്പിച്ചിട്ടുള്ളവരെ, കർത്താവേ യൂക്രിസ്റ്റ് മീറ്റില്, ഗൂഗിൾ മീറ്റിലെ നിയോഗങ്ങൾ സമർപ്പിച്ചിട്ടുള്ളവരെ, ഇപ്പോൾ കൃപാസനത്തിൽ ആയിരിക്കുന്നവരെ, കർത്താവിന്റെ സമസ്ത നിയോഗങ്ങളുടെ മേല് കൃപ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബ സമാധാനമില്ലാത്തവര്, തൊഴിൽ രഹിതര്, ഭവനരഹിതര്, തൊഴിലില്ലാത്തവര്, കുടുംബത്തിൽ സ്വസ്ഥത നഷ്ടപ്പെട്ടു പോയവര്, കർത്താവെ ഇപ്പോൾ ആശീർവദിച്ച് നന്ദി പറയുന്നു. കർത്താവ് വിദേശ യാത്രയ്ക്ക് പോകാൻ ആഗ്രഹിക്കുന്നവര്, പരീക്ഷകൾക്ക് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവര്, IELTS OET എക്സാം എഴുതുന്നവര്, കർത്താവെ B2 ലെവൽ എക്സാം എഴുതി ഒരുങ്ങുന്നവര്, കർത്താവെ ആശീർവദിക്ക് നന്ദി പറയുന്നു. യേശുവേ അവിടുത്തെ കൃപ ചൊരിയുന്നതിന് നന്ദി പറയുന്നു. രോഗങ്ങൾ സൗഖ്യപ്പെടുന്ന നന്ദി പറയുന്നു. ഹല്ലേലൂയ. ഉടമ്പടി നിയോഗങ്ങൾ സ്പർശിക്കുന്ന നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ശിരസ് നമിച്ച് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നിന്റെ ഉടമ്പടി നിയോഗങ്ങളെ സ്പർശിച്ച പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നീ സമർപ്പിച്ച എല്ലാ നിയോഗങ്ങളെയും ഏറ്റെടുത്ത പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ യേശുനാഥന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ.